പഞ്ചതന്ത്രം കഥകൾ. ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമായ ധർമ്മതത്വങ്ങളും നീതിസാരങ്ങളും കഥാരൂപത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ 2500 വർഷങ്ങൾക്ക് മുമ്പ് വിഷ്ണു ശർമ്മ എന്ന പണ്ഡിതൻ സംസ്കൃതത്തിൽ രചിച്ചതായി പറയപ്പെടുന്ന ഗ്രന്ഥമാണ് പഞ്ചതന്ത്രം. മഹിളാരോപ്യം എന്ന പട്ടണത്തിലെ അമരശക്തി എന്ന രാജാവിന്റെ ബുദ്ധിഹീനരായിരുന്ന 3 പുത്രന്മാരെ വിഷ്ണു ശർമ്മ 6 മാസം കൊണ്ട് തന്റെ കഥകളിലൂടെ ധർമ്മവും നീതിയും മറ്റു ശാസ്ത്രങ്ങളും പഠിപ്പിച്ച് മിടുക്കരാക്കി എന്നാണ് ഖ്യാതി. മൃഗങ്ങൾ മുഖ്യ കഥാപാത്രങ്ങളായ കഥകളുടെ സമാഹാരമാണ് പഞ്ചതന്ത്രം. മിത്രഭേദ, മിത്രലാഭ, സുഹൃദ്ഭേദ, വിഗ്രഹ, ശാന്തി എന്നിവയാണ് ഇതിലെ 5 തത്വങ്ങൾ. ഈ കഥകളുടെയെല്ലാം സമാഹാരമായ പഞ്ചതന്ത്രം കഥകളിൽ നിന്ന് ഒരു ഭാഗം ഇതാ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. LKG 5ലെയും UKG 4ലെയും കുരുന്നു. രാജൻ ദേശോത്സവത്തിന്റെ ദൂതമായി അയൽ രാജ്യത്തേക്ക് ആരെയാണ് അയക്കേണ്ടത്? നോം ആകെ ആശങ്കയിലാണ് മന്ത്രി. എന്തുണ്ടായി രാജൻ? എന്റെ വലം കൈയും ഇടം കൈയുമായി നിന്ന് രാജഭരണം ഏറ്റെടുക്കേണ്ട എന്റെ കുമാരന്മാർ രാജകാര്യങ്ങളിൽ ഒരു താല്പര്യം കാണിക്കുന്നില്ലല്ലോ. രാജൻ, അങ്ങ് വിഷമിക്കാതെ നമുക്ക് പരിഹാരമുണ്ടാക്കാം. മന്ത്രി, നമുക്ക് ദൂതുമായി കുമാരന്മാരെ അയച്ചാലോ? അത് വേണോ? അത് വേണം മന്ത്രി, അത് വേണം. അപ്പോ ദൂതിന്റെ കാര്യം സ്വാഹ. രാജൻ, ദാ കുമാരന്മാർ അവിടെ ശണ്ട കൂടുന്നു. നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത്? ഇവിടെ വരൂ. പിതാശ്രീ, വസുശക്തിയാണ് ശണ്ട കൂടുന്നത്. വസുശക്തി, ഇവിടെ വരൂ. ശണ്ട എന്തിനു വേണ്ടി? നിങ്ങൾ 3 പേരും കൂടി ഈ ദൂത് അയൽ രാജ്യത്ത് എത്തിക്കണം. പിതാശ്രീ, ഇതെല്ലാം അങ്ങ് ചെയ്താൽ മതിയല്ലോ. ഞങ്ങളുടെ അടുത്ത് ഇതെല്ലാം പറയുന്നത് എന്തിനാണ്? വരൂ, നമുക്ക് പോകാം. മന്ത്രി, ഇവരെ നമ്മൾ ഇനി എന്ത് ചെയ്യും? അല്ലയോ മഹാരാജൻ, അങ്ങ് പഞ്ചവൻ കാടിനപ്പുറം വിഷ്ണു ശർമ്മ എന്ന ഒരു പണ്ഡിതൻ വസിക്കുന്നുണ്ട്. നമുക്ക് ഇവരെ അങ്ങോട്ട് അയക്കാം. മന്ത്രി, കുമാരന്മാരോട് യാത്രയ്ക്ക് തയ്യാറാവാൻ പറയൂ. രാജാവും മന്ത്രിയും കുമാരന്മാരെ ഒരു ദൂതുമായി ആശ്രമത്തിലേക്ക് അയക്കുന്നു. കാടിന്റെ ഭംഗി ആസ്വദിച്ചും മൃഗങ്ങളുടെയും പക്ഷികളുടെയും കുസൃതികൾ കണ്ടും കുമാരന്മാർ യാത്ര തുടർന്നു.
അങ്ങനെ കുമാരന്മാർ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ഗുരുവിൻ്റെയും ശിഷ്യന്മാരുടെയും ചെയ്തികൾ അവർ അതിശയത്തോടെ നോക്കി കണ്ടു. കുമാരന്മാരെ, ഇനി മുതൽ നിങ്ങൾ ഈ ആശ്രമത്തിലെ അന്തേവാസികളാണ്. നമുക്ക് സ്നാനം ചെയ്യാൻ ചൂടുവെള്ളം വേണം. വേഗം അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ. വേഗം. ഉഗ്ര, നീ നടന്നോളൂ. ഞാൻ നടന്നിട്ട് എന്തിനാ? നീ പോയി വെള്ളം ചൂടാക്കാൻ ചെമ്പെടുത്തിട്ട് വാ. ഞാൻ ചെമ്പെടുത്തോന്ന് അങ്ങോട്ട് വിചാരിക്കാം. നീ പോയി വെള്ളം കോരിക്കോളൂ. ഞാൻ വെള്ളം കോരീന്ന് അങ്ങോട്ട് വിചാരിക്കാം. പോയി വിറകെടുക്കൂ. ഞാൻ വിറകെടുത്തൂന്ന് അങ്ങോട്ട് വിചാരിക്കാം. വെള്ളം അടുപ്പിൽ വെച്ചോളൂ. നമ്മൾ സ്നാനമെല്ലാം കഴിഞ്ഞു. കുമാരന്മാരെ, ഏത് രീതിയിലാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടത് എന്ന് നമുക്കിപ്പോൾ ബോധ്യമായി. വരൂ, ഒരു കഥയിലൂടെ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം. പഞ്ചതന്ത്രം കഥ ആരംഭം. ബുദ്ധിമാനായ കാളയും ക്രൂരനായ സിംഹവും. ശാന്തസുന്ദരമായ ഒരു കാട്. അവിടെ മൃഗങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആണ് വസിച്ചിരുന്നത്. മയിലുകളുടെ നൃത്തമായിരുന്നു ആ കാടിനെ ഏറ്റവും സുന്ദരമാക്കിയിരുന്നത്.
വലിയ കാട്ടിൽ ബുദ്ധിയിലും തന്ത്രങ്ങളിലും പ്രശസ്തനായ ഒരു കാളയുണ്ടായിരുന്നു. വിരൂപാക്ഷൻ എന്നായിരുന്നു അവന്റെ പേര്. എന്നാൽ ആ കാട്ടിൽ വിക്രമാദിത്യൻ എന്നു പേരുള്ള ക്രൂരനായ സിംഹം ഭീതിയും അതിക്രമവും വിതച്ചുകൊണ്ട് രാജ്യമടക്കി വെച്ചു വാണിരുന്നു. വലുതും ചെറുതുമായ മൃഗങ്ങളെല്ലാം അവന്റെ ഭീഷണിയിൽ വിറച്ചുകൊണ്ട് ജീവിച്ചിരുന്നു. ഞാനാണ് ഈ കാടിന്റെ രാജാവ്. എല്ലാവരും എനിക്ക് മുന്നിൽ കീഴടങ്ങണം. എന്റെ നിയമങ്ങൾ പാലിച്ചാലേ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വിക്രമാദിത്യൻ ഇല്ലാത്ത സമയം മൃഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഈ ജീവിതം തങ്ങൾക്ക് താങ്ങാനാവുന്നില്ല എന്നും ഇതിനൊരു പോംവഴി കാണണമെന്നും വിരൂപാക്ഷനോട് അപേക്ഷിക്കുന്നു. കൂട്ടുകാരെ, നമുക്കിങ്ങനെ പേടിച്ച് ജീവിക്കാൻ സാധിക്കുകയില്ല. ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് നമുക്ക് സിംഹരാജന്റെ ഭരണം അവസാനിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കാം. എന്നാൽ സിംഹത്തിനെ നേരിടാൻ നമ്മൾ ഭയപ്പെടണം. അത് അതിശക്തനാണ്. അതെ, അവൻ ശക്തനാകാം. പക്ഷേ നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ഏത് ശക്തനെയും നമുക്ക് തോൽപ്പിക്കാം. തുടർന്ന് മൃഗങ്ങൾ വിരൂപാക്ഷനോടൊപ്പം സിംഹരാജാവിനെ മുഖം കാണിച്ച് കാര്യം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. സിംഹരാജൻ, അങ്ങയുടെ ഭരണത്തിൽ പ്രജകളെല്ലാം അസ്വസ്ഥരാണ്. വിരൂപാക്ഷ, എന്റെ ഭരണത്തെ ചോദ്യം ചെയ്യാൻ നീ ധൈര്യപ്പെടുന്നുവോ? മഹാനായ രാജാവേ, നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെയും മറ്റ് മൃഗങ്ങളുടെയും കഴിവുകൾ നമുക്ക് മത്സരങ്ങളിലൂടെ തെളിയിക്കാം. വിജയിക്കുന്നവനാണ് യഥാർത്ഥ നേതാവ്. നാം ഈ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. താനാണ് ഈ കാട്ടിലെ ഏറ്റവും ശക്തനെന്നാണ് വിക്രമാദിത്യൻ ധരിച്ചിരുന്നത്. ഇപ്പോൾ തൻ്റെ തെറ്റ് അവന് മനസ്സിലായി. രാജാവാകാൻ ക്രൂരതയല്ല, മറിച്ച് ബുദ്ധിയും കരുണയുമാണ് വേണ്ടതെന്ന് വിക്രമാദിത്യൻ തിരിച്ചറിഞ്ഞു. കൂട്ടായ്മയും സ്നേഹവുമാണ് സത്യമായ വിജയത്തിന്റെ മാർഗം. ഈ വിജയം നമുക്ക് ആഘോഷിക്കാം. ഇങ്ങനെയുള്ള ഒട്ടനവധി കഥകളിലൂടെ വിഷ്ണു ശർമ്മൻ എന്ന ഗുരുനാഥൻ ഈ രാജകുമാരന്മാരെ 6 മാസം കൊണ്ട് ധർമ്മവും നീതിയും ശാസ്ത്രവും പഠിപ്പിച്ച് മിടുക്കരാക്കി. അപ്രകാരം ഈ കഥകളുടെ അന്തസാരം തിരിച്ചറിഞ്ഞ രാജകുമാരന്മാർ ചുരുങ്ങിയ കാലം കൊണ്ട് തികച്ചും ധർമ്മനിഷ്ഠയോടെ എങ്ങനെ രാജ്യം ഭരിക്കണമെന്ന് മനസ്സിലാക്കുകയും അവരുടെ പിതാവിന്റെ കാലശേഷം വളരെ നീതിയുക്തമായി രാജ്യം ഭരിക്കുകയും ചെയ്തു. നമ്മൾ ഓരോരുത്തരും ഇതിലെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.